Hello guys, welcome back to my channel. It's me, your Lebens vlog. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് ഒരു സിമ്പിളായിട്ടുള്ള പുട്ടിൻ്റെ റെസിപ്പിയാണ്. അതായത് നമ്മൾ സ്വതവേ പുട്ടുണ്ടാക്കുമ്പോൾ അരിപ്പൊടിനെ കൊണ്ട് പുട്ടുണ്ടാക്കില്ല. അരിപ്പൊടി വറുത്ത് പൊടിച്ചൊക്കെയാണ് കുറേ പ്രോസസ്സ് ഉണ്ട്. പക്ഷേ അതിൽക്കാട്ട് സിമ്പിളായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോറ് കൊണ്ടുള്ള പുട്ട് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റാണ്, എത്ര കഴിച്ചാലും മതി വരില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനതിന് ഫ്രോസൺ ആയിട്ടുള്ള ചോറ്, അതായത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച ചോറാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായി ഫ്രീസറിൽ വെച്ച് തണുത്തതിന് ശേഷം തണുപ്പൊക്കെ മാറിയിട്ട് വേണം പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. ഇനി ഇതെന്ത് നന്നായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈൻ ചെയ്യണം. മാക്സിമം വെള്ളം ഡ്രൈൻ ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ പുട്ട് ശരിയാവില്ല. അപ്പം വെള്ളം മാക്സിമം ഡ്രൈൻ ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ചെറിയൊരു മിക്സിയിലെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതേപോലെ പുട്ടിൻ്റെ പൊടിയായി കിട്ടിയിട്ടുണ്ട്, നല്ല പൊടിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് അടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് റോസ്റ്റഡ് ആയിട്ടുള്ള റവ ചേർക്കാം. റവൻ്റെ കണക്ക് എന്ന് പറയുന്നത് സ്വതവേ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ വെള്ളം ചേർക്കാറുണ്ട്. അപ്പം ഈ വെള്ളത്തിന് പകരം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റവയാണ്. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്ന രീതിയിൽ തന്നെ പുട്ടുണ്ടാക്കിയെടുക്കാം. അപ്പോൾ പുട്ടുണ്ടാക്കുമ്പോൾ ആദ്യം കുറച്ച് തേങ്ങയിട്ട്, ശേഷം അതിലേക്ക് എന്ത് ചെയ്യുക, പുട്ടിൻ്റെ പൊടി കുറച്ച്, പിന്നെ തേങ്ങയിട്ട് പുട്ടിൻ്റെ പൊടിയിട്ട് സാധാരണ എങ്ങനെയാണോ പുട്ടുണ്ടാക്കുന്നത് അതേപോലെ ചെയ്തെടുക്കാം. ഇനി ഇത് സാധാരണ സ്റ്റീം ചെയ്യുന്ന പോലെ, പുട്ട് ചുട്ടെടുക്കുന്ന പോലെ അതേപോലെ ചെയ്യാൻ, വേറെ പ്രോസസ്സൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. സാധാരണ പുട്ടുണ്ടാക്കുന്ന ടൈം മാത്രം മതി ഇതിന്. നല്ല സോഫ്റ്റും ആയിരിക്കും, അങ്ങനെ പ്രത്യേക എക്സ്ട്രാ ടൈമൊന്നും ഇനി വരുന്നില്ല. പിന്നെ ഇത് നമ്മൾ സാധാരണ പുട്ടിന് അതേ ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണെന്നേലും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും ചെയ്യും, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഒന്നാമത് ഇപ്പം ചോറ് കഴിക്കുന്നില്ലെങ്കിൽ, ചോറിപ്പം ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ധൈര്യത്തോടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ